സ്വാതന്ത്ര്യ ദിനത്തിൽ കെട്ടാനുള്ള ഫ്ലാഗ് തപ്പിയെടുക്കുന്നതിനിടയിൽ സിദ്ധു ചോദിച്ചു, അപ്പ പട്ടാളത്തിലായിരുന്നപ്പോ ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ പോയിട്ടുണ്ടോ? എന്റെ ഉള്ളിലെ പഴയ നേവിക്കാരൻ സട കുടഞ്ഞെണീറ്റു. സ്വാതന്ത്ര്യ സമരം നടന്നത് പണ്ടല്ലേ സിദ്ധു, പക്ഷേ അപ്പയെപ്പോലെ ഒരുപാട് പേര് പട്ടാളത്തിൽ പോകുന്നത് കൊണ്ട് ഇനിയൊരു ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വരത്തില്ല. എന്റെ പട്ടാള കഥകൾ കേൾക്കാൻ സിദ്ധുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പ പണ്ട് നേവിയിലായിരുന്നപ്പോ സ്വാതന്ത്ര്യദിനത്തിൽ യൂണിഫോം ഇക്കിയിട്ട് ഇങ്ങനെ നിൽക്കും, സാവധാൻ. നാഷണൽ ഫ്ലാഗ് ഇങ്ങനെ പൊങ്ങുമ്പോ കൂടെ ജനഗണമന ബാൻഡ് കേൾക്കുമ്പോ ഉണ്ടല്ലോ, മേത്തോടെ ഒരു കുളിര് കയറും സിദ്ധു. പെട്ടെന്ന് സിദ്ധുവിന്റെ മുഖം വിടർന്നു. പക്ഷേ ഞങ്ങള് ക്ലാസ്സിൽ ജനഗണമന കേൾക്കുമ്പോ ബാഗ് എടുത്ത് റെഡിയായി നിൽക്കും. ജയഹേ തീരുമ്പോഴേക്കും ഒറ്റ ഓട്ടമാപ്പേ. പിന്നെ സ്റ്റെയർ കേസിന്റെ കൈവരിയിൽ കുണ്ടി കയറ്റി വെച്ച് നിരങ്ങി ഇറങ്ങും. ജോഹാനെയും ടെറിന്റിന്റോയും തോപ്പിച്ച് ഫസ്റ്റ് അടിച്ച് താഴെ വരുമ്പോ സിദ്ധുവിനും ഒരു കുളിരി കയറും അപ്പേ. അവന്റെ ചിരി കണ്ട് ഞാൻ ചിരിച്ചെങ്കിലും ഒന്നും മിണ്ടിയില്ല. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ജയഹേ തീരും മുന്നേ ഇറങ്ങി ഓടിയതിന് മത്തായി സാർ വീക്കിയ വീക്കൊന്നും ഈ പട്ടാളക്കാരൻ ഇന്ന് വരെ പുറത്തു പറഞ്ഞിട്ടില്ല. ജയ് ഹിന്ദ്. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.